ഇന്ന് ഹോളി സാറ്റർഡേ ആയിട്ട് നമ്മൾ രാവിലെ തന്നെ പള്ളിയിലേക്ക് ഇറങ്ങി. കാരണം പള്ളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വേണം ഈസ്റ്ററിനുള്ള എല്ലാ ഫുഡും റെഡിയാക്കി വെക്കാൻ. ഒരു പണി കൊടുക്കാതെ ഇന്ന് ഫുഡ് മാത്രം കഴിച്ചിരിക്കാമെന്ന് വിചാരിച്ച് സന്തോഷിച്ചിരുന്ന എനിക്ക് അമ്മ ഒരു ട്രേ നിറച്ച ഉള്ളിയും വെളുത്തുള്ളിയും സവോളയും ഒക്കെ തന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം എനിക്കൊന്നും ഇഷ്ടമല്ലെങ്കിലും എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ നല്ല ഫണ്ണാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. കാര്യം ഞങ്ങൾ നിൽക്കുന്നത് തൃശ്ശൂർ ആണെങ്കിലും അങ്കമാലിലാണ് എൻ്റെ തറവാട്. അതുകൊണ്ട് തന്നെ അങ്കമാലി സ്പെഷ്യൽ മീനും മാങ്ങയില്ലാത്ത ഒരു പരിപാടി പോലെ ഞങ്ങൾക്കില്ല. ദേ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഉള്ളിനെ ഇങ്ങനെ ആക്കിയാലാണ് നല്ല ടിപ്പിക്കൽ അങ്കമാലി മീനും മാങ്ങയും റെഡി ആവുള്ളൂ. കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ എല്ലാവരും നല്ല എക്സോസ്റ്റഡായി. നാട്ടിലത്തെ ചൂടിനെ പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് ബേസിൽ സീഡ്സ് ഒക്കെ ഇട്ട് ഒരു അടിപൊളി നാരങ്ങ വെള്ളം അങ്ങ് ഉണ്ടാക്കി. അമ്മയാണെങ്കിൽ എന്തോ മസാല പറ്റി 2 കൈയും എൻഗേജ് ആയതുകൊണ്ട് ഞാനിങ്ങനെ അമ്മയ്ക്ക് പിടിച്ചു കൊടുത്തു കുടിക്കാൻ വേണ്ടി. ഇത് നമ്മുടെ വീട്ടിൽ 20 years ആയിട്ട് നിൽക്കുന്ന ചേച്ചിയാട്ടോ. ഫേമസ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് പോസ് ചെയ്തതാ. ഈ കാണുന്നത് എൻ്റെ പപ്പയുടെ എന്തോ ഒരു സ്പെഷ്യൽ മസാല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സംഭവം ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ പപ്പ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഫുഡിന് ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. കാരണം പപ്പയ്ക്ക് തന്നെ അറിഞ്ഞുകൂടാ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടേന്ന്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും പപ്പ ലാസ്റ്റ് ഉണ്ടാക്കി വരുന്ന സാധനം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കിച്ചണിലെ ഫുൾ ടൈം എന്റർടൈനർ ആണ് അമ്മ. ഈസ്റ്ററിന് നാട്ടിൽ വരാൻ പറ്റാത്ത എൻ്റെ അനിയത്തിയെ വീഡിയോ കോൾ ചെയ്ത് ഇവിടെ ഉണ്ടാക്കുന്ന ഡിഷസ് എല്ലാം പറഞ്ഞ് കൊതിപ്പിക്കലാണ് അമ്മയുടെ പണി. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡിഷായിരുന്നു ഈ കൊഞ്ച് തവ ഫ്രൈ. ഇത് ഉണ്ടാക്കി ടേബിളിൽ വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ബിക്കോസ് വളരെ പെട്ടെന്നാണ് തീർന്നത്. നേരത്തെ പറഞ്ഞ മീനും മാങ്ങയുടെ ഫൈനൽ ടച്ചപ്പാണ് ഈ കാണുന്നത്. നമ്മുടെ അടുത്ത ഡിഷാണ് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ നല്ല മൊരിഞ്ഞിരിക്കുന്ന ബീഫ് ഫ്രൈ. ഇത് കുറെ മുളക് പൊടിയൊക്കെ ഇട്ട് ഫാൻസി ആക്കാത്ത നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും ഒക്കെ ഇട്ട അടിപൊളി പോക്ക് റോസ്റ്റ്. നമ്മുടെ ലാസ്റ്റ് 2 ഡിഷസ് ആണ് നല്ല അടിപൊളി കരിമീൻ ഫ്രൈയും ചിക്കൻ ഫ്രൈയും.